പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വയനാട് ജില്ലയിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നമുക്കറിയാം. നമ്മളെല്ലാവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ, നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ദുരന്തമാണ്. ഇന്നും നമ്മൾ അതിൽ നിന്ന് മോചിതരായിട്ടില്ല. പക്ഷെ ഞങ്ങൾ മുസ്ലിം ലീഗ് തുടക്കം മുതലേ സർക്കാരുമായി സഹകരിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ആ ദുരന്ത മേഖലയിൽ ഞങ്ങൾ സേവനം അർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. മുസ്ലിം ലീഗിന്റെ ഒരു നയം അതാണ്. ദുരന്തമുഖത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അതിന്റെ ആദ്യ നിമിഷം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് പുറം ലോകത്ത് എത്തിച്ചിട്ടുള്ളത്. അത്രമേൽ വലിയ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഞങ്ങൾ തുടക്കത്തിൽ അവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവർ, ഒരു ഫോൺ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത സന്ദർഭത്തിൽ അടിയന്തര ധനസഹായം 15,000 രൂപ വീതം പാർട്ടി കൊടുത്തപ്പോൾ ഞങ്ങൾ സർക്കാർ ലിസ്റ്റിനെയാണ് ആശ്രയിച്ചത്. സർക്കാരിന്റെ കൈവശമുള്ള ലിസ്റ്റിലുള്ള 651 പേർക്കും ഞങ്ങൾ ഈ 15,000 രൂപ വീതം നൽകുകയുണ്ടായി. ഓട്ടോറിക്ഷ, ജീപ്പ്, ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം ഞങ്ങൾ അടിയന്തരമായി എത്തിച്ചു നൽകി. വാടക വീട് ഒരുക്കാൻ, താമസ സൗകര്യം ഒരുക്കാൻ ഞങ്ങളുടെ കലക്ഷൻ സെന്റർ വഴി വന്ന വിവിധ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അയച്ചു തന്ന ഭക്ഷ്യവസ്തുക്കൾ, പിന്നെ ഗൃഹോപകരണങ്ങൾ, മരുന്ന്, വസ്ത്രം, 3 കോടിയിലധികം രൂപയുടെ സഹായങ്ങളാണ് ഞങ്ങൾ ആ ദുരന്ത മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും മിന്നൽ വേഗത്തിൽ ആ സമയത്ത് എത്തിച്ചു കൊടുത്തത്. അതുപോലെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തു. ഓരോ കാര്യവും എടുത്തു പറയേണ്ടതില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ മരണപ്പെട്ട മനുഷ്യർ, തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ, അവർക്കൊരു പൊതു ശ്മശാനം ഇല്ലാത്തതിന്റെ പേരിൽ അവരെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തൊണ്ടർനാട്, മുള്ളംകൊല്ലി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പൊതു ശ്മശാനങ്ങളിൽ കൊണ്ടുപോയി തള്ളാൻ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനം എടുത്തപ്പോഴും ആ തീരുമാനത്തെ തിരുത്തിച്ചത് മുസ്ലിം ലീഗാണ്. ഞങ്ങൾ അവിടെ ഇടപെട്ടു. അപ്പൊ അന്നത്തെ മന്ത്രിസഭ ഉപസമിതി ഞങ്ങളോട് പറഞ്ഞത് മേപ്പാടിയിൽ പൊതുസ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. പിറ്റേ ദിവസം ഞങ്ങൾ ഉറപ്പ് നൽകി അവിടെ പൊതുസ്ഥലം ഞങ്ങൾ കണ്ടെത്തും. ബഹുമാനപ്പെട്ട മന്ത്രി ചോദിച്ചെങ്ങനെ, ഞങ്ങൾ പറഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിലക്ക് വാങ്ങിത്തരും. അങ്ങനെ ആരിസം മലയാളം പ്ലാന്റേഷന്റെ ജനറൽ മാനേജറുമായി ബന്ധപ്പെട്ട് അവിടെ മരണപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളാൻ അവിടെ ഒരു ഭൂമി തരപ്പെടുത്തി കൊടുത്തത് മുസ്ലിം ലീഗാണ്. അതിനും സാങ്കേതികത്വം പറഞ്ഞു. അന്നത്തെ ഉദ്യോഗസ്ഥന്മാര് അത് സർക്കാരുമായി തർക്കത്തിലുള്ള ഭൂമിയാണെന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞപ്പോൾ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സാങ്കേതികത്വം മാറ്റിയത് മന്ത്രിസഭാ ഉപസമിതിയുടെ മുന്നിൽ വെച്ച് PK ബഷീർ MLA ഫോൺ ചെയ്തിട്ടാണ്. അപ്പൊ അത്ര പോലും ഒരു ദുരന്തമുഖത്ത് പോലും ഒരു നല്ല സമീപനമല്ല കാണിച്ചത്. ഇന്ന് ആ മനുഷ്യരെല്ലാം ഒരുമിച്ച് അവരുടെ ബന്ധുക്കൾക്ക് അവിടെ ഒന്നിച്ച് പ്രാർത്ഥന നടത്താൻ, അവിടെ സന്ദർശനം നടത്താൻ ഒരു അവസരം ഒരുക്കി കൊടുത്ത മുസ്ലിം ലീഗാണ്. ഞങ്ങളിത് പറയുന്നത് തുടക്കം മുതലേ ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ചു. പക്ഷെ സർക്കാർ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും അവഗണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നരിപ്പറ്റ പഞ്ചായത്ത് വൈറ്റുകാട് അവര് ആ സന്നദ്ധ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ദിവസം 9,000-ഓളം ആളുകളാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെയും വൈകിട്ടും രാത്രിയിലും. ഒരു തികച്ചും സൗജന്യമായിട്ട് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ആ ദുരന്തമുഖത്ത് ഓടിക്കൂടിയ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിച്ചു. അപ്പൊ സർക്കാരിനെ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കുമ്പോഴും സർക്കാർ ഞങ്ങളെ അവഗണിക്കാനാണ് ശ്രമിച്ചുള്ളത്. പിന്നെ ഇന്നിപ്പോ ഒരു കാര്യം പറയാം, ഇന്നിപ്പം പലരും ആ ദുരന്തമുഖത്ത് നിന്ന് പലരും പോയി. ഞങ്ങൾ ഇന്നും അവിടെ അവരുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ അതിനുശേഷം അവരുടെ വിവാഹം സഹായം എത്തിച്ചു കൊടുത്തു, വിദ്യാഭ്യാസ സഹായം എത്തിച്ചു കൊടുത്തു. 100-ലധികം വരുന്ന പരിക്ക് പറ്റിയിരിക്കുന്ന തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകളെ സർക്കാർ കൈവടിഞ്ഞു. ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് പരിചരണം, അവർക്ക് ചികിത്സാ സഹായം ഞങ്ങളുടെ PTH സംവിധാനത്തിലൂടെ ഞങ്ങൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക്, അവിടെ SSLC പരീക്ഷ പാസ്സായ മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഞങ്ങൾ അവരെ അനുമോദിച്ചു. അവിടുത്തെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 20,000 രൂപ വീതം 28 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. 45 ആളുകൾക്ക് ഞങ്ങൾ വിദേശത്ത് ജോലി കണ്ടെത്താനുള്ള സഹായം ചെയ്തു കൊടുത്തു.
വിഷു വന്നു, ഈസ്റ്റർ വന്നു, 2 പെരുന്നാളുകൾ വന്നു. എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ വിവേചനം കാണിച്ചിട്ടില്ല. എല്ലാവരിലേക്കും ഞങ്ങൾ അപ്പോൾ ചെയ്യേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. റമദാൻ ആരംഭത്തിൽ മാർച്ച് 1-ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ തന്നെ ഇവിടെ വന്നു. ആ മേഖലയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ഏതാണ്ട് 650-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുന്നിൽ നിന്നു. ഒരു കാര്യം കൂടി ഞങ്ങൾ സർക്കാരിന് ഉറപ്പു നൽകി. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഈ പുനരധിവാസ പദ്ധതി പലരും സർവസ്പർശിയായ പദ്ധതി എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രഖ്യാപിച്ച സർവസ്പർശിയായ പദ്ധതി, ആ പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് 40 കോടി രൂപയാണ് കേരളത്തിലെയും അതുപോലെ കേരളത്തിന് പുറത്തുള്ള സൗദി, ദുബായ്, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, KMCC വഴിയും 40 കോടി രൂപയാണ് മുസ്ലിം ലീഗിന്റെ സഹായധനമായിട്ട് സ്വീകരിച്ചത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആദ്യം സമീപിച്ചത് സർക്കാരിനെയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബും PK ബഷീർ MLA-യും മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും കണ്ട് അവർ പറഞ്ഞു, സർക്കാർ സ്ഥലം അനുവദിച്ചു തരികയാണെങ്കിൽ, ടൗൺഷിപ്പിൽ ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു തരികയാണെങ്കിൽ അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഉറപ്പു നൽകി എല്ലാ സന്നദ്ധ സംഘടനകൾക്കും സർക്കാർ ടൗൺഷിപ്പിന് വേണ്ടി കണ്ടെത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രത്യേക സ്പേസ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. 7 മാസമാണ് ഞങ്ങൾ സർക്കാരിനെ കാത്തിരുന്നത്. ഞങ്ങൾ പദ്ധതി വൈകി എന്നൊരു ആക്ഷേപമുണ്ട്. അതിന്റെ ഒരു കാരണം സർക്കാരാണ്. 7 മാസം ഞങ്ങൾ സർക്കാരിനെ കാത്തിരുന്നു. പക്ഷെ സർക്കാർ അവസാനം ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. 100 വീടിലധികം പ്രഖ്യാപിച്ച സന്നദ്ധ സംഘടനകളുടെ മീറ്റിംഗ് ആണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ആ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും C മമ്മൂട്ടിയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം സാഹിബ് 3 പേരാണ് പങ്കെടുത്തത്. അവിടെ ഞങ്ങൾ വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തായിരുന്നു? ആ നിർദ്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ടത് 1000-ഓളം വരുന്ന വീടുകൾ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഇവരെ ഏകോപിപ്പിക്കുകയാണ് വേണ്ടത്. സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ഓരോ സന്നദ്ധ സംഘടനകൾക്കും പ്രത്യേകം ഏരിയ തിരിച്ചു കൊടുക്കുക. സർക്കാർ ഒരു പൊതു പോളിസി കൊണ്ടുവരിക. എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം അത് സർക്കാരിന് പറയാം. അതിനനുസരിച്ച് എല്ലാവരുടേക്കും ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ സർക്കാർ അവിടെ ചെയ്തത് എന്താ? സർക്കാർ മുഖ്യമന്ത്രി അന്നാണ് നയം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പറഞ്ഞു, ടൗൺഷിപ്പിൽ ആർക്കും പ്രത്യേകമായ സ്ഥലം അനുവദിക്കുന്നതല്ല. 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് സ്ക്വയർ ഫീറ്റ് ഒന്നിന് 3000 രൂപ വീതം 30 ലക്ഷം രൂപ സർക്കാരിലേക്ക് നിങ്ങൾ നൽകണം. ഇതായിരുന്നു അന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. ഇത് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, KCBC ഇവർ തുടങ്ങി മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ഞങ്ങളല്ല, സർക്കാർ വെച്ച ഡിമാൻഡ് അല്ലെങ്കിൽ സർക്കാർ വെച്ച മാനദണ്ഡം സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്തിനാണ് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ? മാക്സിമം പോയാൽ 18 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷത്തിൽ താഴെ നിർമ്മിക്കാവുന്ന സ്ഥാനത്ത് 30 ലക്ഷം സർക്കാർ എന്തിന് കൈപ്പറ്റണം? അത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഊരാളുങ്കൽ സൊസൈറ്റി വഴി 1000 വീട് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ വീതം സന്നദ്ധ സംഘടനകൾ നൽകണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബോധ്യമാവും എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി. അപ്പൊ പിന്മാറിയതിനു ശേഷം ഫെബ്രുവരി മുതലാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കുന്നത്. സർക്കാരിന്റെ മാനദണ്ഡം സ്വീകാര്യമല്ലാത്തത് കൊണ്ട് ഫെബ്രുവരി മുതലാണ് ഞങ്ങൾ ഒരു 100 വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ. അതേസമയത്ത് സർക്കാർ സ്ഥലം തന്നിരുന്നെങ്കിൽ 150 വീട് മുസ്ലിം ലീഗിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്വന്തമായി സ്ഥലമെടുത്ത് 100 വീട് നിർമ്മിക്കണം എന്ന രീതിയിൽ ഞങ്ങൾ സ്വന്തം പ്രൊജക്റ്റുമായിട്ട് പോകുന്നത് സർക്കാരിന്റെ മാനദണ്ഡം അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. ആ സമയത്ത് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചു. നിങ്ങൾക്കും അറിയാമല്ലോ, വയനാട്ടിൽ കൂടുതലും തോട്ടഭൂമിയാണ്. പക്ഷെ അവിടുത്തെ ഗുണഭോക്താക്കളായിരിക്കുന്ന അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു ഒറ്റ ഡിമാൻഡേ അവർക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വേർതിരിക്കരുത്, ഞങ്ങളെ പരമാവധി ഒരുമിച്ച് താമസിപ്പിക്കണം. അതോടൊപ്പം തന്നെ മേപ്പാടി പഞ്ചായത്തിനകത്ത് തന്നെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ മേപ്പാടി പഞ്ചായത്തിനകത്ത് തന്നെ സ്ഥലം അന്വേഷിച്ചത്. 30 ലക്ഷത്തിനും 35 ലക്ഷത്തിനും കിട്ടാവുന്ന എത്രയോ സ്ഥലങ്ങൾ മേപ്പാടി പഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തോട്ടഭൂമിയാണ്. ഒടുവിൽ ഞങ്ങൾ 2 സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. ഒരു 10 ഏക്കർക്ക് അഡ്വാൻസ് കൊടുത്തു. അതിന്റെ മുമ്പ് ഒരു 11 ഏക്കർക്ക് അഡ്വാൻസ് കൊടുത്തു. ലീഗൽ ഒപ്പീനിയൻ എടുത്തു നോക്കുമ്പോൾ അത് തോട്ടഭൂമി ആയതുകൊണ്ട് ഞങ്ങൾ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറി.
അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായത്, വില കുറച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തോട്ടഭൂമി അല്ലാതെ ഒരു സ്ഥലവുമില്ല. ജന്മം പട്ടയമുള്ള എല്ലാവിധ ക്രയവിക്രയ അവകാശവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അതിന് ന്യൂനതകളില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തണമെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. ആ സമയത്താണ് ഞങ്ങൾ മുട്ടിൽ മേപ്പാടി PWD റോഡിന് ചേർന്ന് മേപ്പാടി പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ വെള്ളിത്തോട് എന്ന് പറയുന്ന തൃക്കൈപ്പറ്റക്കടുത്ത സ്ഥലത്ത് 2 ഭൂ ഉടമകളെ ഞങ്ങൾ സമീപിക്കുന്നത്, 3 പേരെ. അത് സമീപിക്കാനുള്ള കാരണം അവരാരും ഭൂമി വിൽക്കുന്നവരല്ല, ഭൂമി വിൽപ്പനയ്ക്ക് വെച്ചവരല്ല. പക്ഷെ ഈ ഒരു പ്രൊജക്ടിന് നിങ്ങൾ ഭൂമി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റുമായിട്ട് കടന്നു വരാം. അതിലൊന്നാണ് മൊയ്തു വക്കീലിന്റെ സ്ഥലം, സംജിത്തിന്റെ സ്ഥലം, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സ്ഥലം, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ സ്ഥലം, തൊട്ടടുത്ത സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ സ്ഥലം. ഇവരൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയി പ്രേരിപ്പിക്കുകയാണ്, ഇങ്ങനൊരു ഭൂമി ഞങ്ങൾക്ക് വേണം, എവിടെയും തോട്ടം ഭൂമി അല്ലാത്തൊരു ഭൂമിയും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഇത്തരം ഒരു നല്ല പ്രൊജക്ടിനായതുകൊണ്ട് വിൽക്കാൻ ആവശ്യമില്ലാതിരുന്നിട്ടും അവര് ഞങ്ങൾക്ക് തരികയാണ്. നല്ല വില കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഭൂമി വാങ്ങിയത്. അങ്ങനെ 11.5 ഏക്കർ ഭൂമി ഞങ്ങൾ വാങ്ങി. വാങ്ങുന്നതിന് മുമ്പ് വയനാട്ടിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരെ ഞങ്ങൾ വെച്ചു. അതിനെക്കുറിച്ച് പഠിക്കാൻ അവരെ ചുമതലപ്പെടുത്തി. കോഴിക്കോട് അഡ്വക്കേറ്റ് VJ ഭാസ്കരൻ അടക്കമുള്ള വക്കീൽമാർ ഈ പാനലിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിന്റെ രേഖകൾ പരിശോധിച്ച് 100% ഇതിൽ ഒരു വിധത്തിലുള്ള നിയമക്കുരുക്കുകളുമില്ലാത്ത പട്ടയഭൂമിയാണ് എന്ന് ഞങ്ങൾക്ക് 100% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ അതിന്റെ എല്ലാ ലീഗൽ ഒപ്പീനിയനും എടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചത്. ഭൂമി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന്റെ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ താമസിച്ചു. അതിന് സമയം വൈകിക്കേണ്ട ഏപ്രിൽ മാസം 9-ാം തീയതി തന്നെ ഞങ്ങൾ തറക്കല്ലിട്ടു. ഇവിടെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം, സർക്കാർ മാർച്ചിലാണ് തറക്കല്ലിടുന്നത്, ഞങ്ങൾ ഏപ്രിൽ 9-നാണ് തറക്കല്ലിടുന്നത്. അപ്പൊ സർക്കാർ ഇവിടെ തോട്ടം ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് തോട്ടം ഭൂമിയാണല്ലോ, സർക്കാർ തോട്ടം ഭൂമി ഏറ്റെടുത്തു. എന്നാൽ ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനകൾക്കും തോട്ടം ഭൂമി ഏറ്റെടുത്താൽ തരം മാറ്റി കൊടുക്കില്ല എന്നൊരു നിലപാടാണ് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത്. ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വന്നേക്കാം. അപ്പോൾ സർക്കാർ തോട്ടം ഭൂമി ഏറ്റെടുത്തു. ആ തോട്ടം ഭൂമിയിലാണ് സർക്കാർ ഭൂമി ഈ വീട് പണിയുന്നത്. ഞങ്ങൾ ഏറ്റെടുത്തത് തോട്ടം ഭൂമിയല്ല, പക്ക ജന്മം പട്ടയമുള്ള ഭൂമിയാണ് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഏപ്രിൽ 9-ന് തറക്കല്ലിട്ടു. അത് കഴിഞ്ഞ് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. ഒരുപാട് വ്യാപകമായ പരാതികൾ വന്നു. ആ പരാതികളൊക്കെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ അപ്പോൾ അവര് അത് ചെവിക്കൊള്ളേണ്ടതാണെങ്കിൽ ആ സമയത്ത് അവർ ചെവിക്കൊള്ളണമല്ലോ. ഞങ്ങളും ഈ രജിസ്ട്രേഷൻ കുറച്ച് താമസിപ്പിച്ചു. ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ തർക്കമുള്ള ഒരു ഭൂമി ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളിത് സുതാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു തരത്തിലും ആരുടെയും ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പരാതികളോ ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. എന്നിട്ടും ഇവിടുത്തെ സബ് രജിസ്ട്രാർ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല, എന്നിട്ടും അദ്ദേഹം അതിലൊരു ന്യൂനത കണ്ടുപിടിച്ചു. ഒരു KLR ഭൂമിയാണോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു. അവിടെ ഞങ്ങൾ KLR സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുപോയി കൊടുത്തു. അത്രമാത്രം സുതാര്യമായി ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞങ്ങൾ എത്രക്കാണോ ഈ ഭൂമി വിലക്ക് വാങ്ങിയത് അത്രയും സംഖ്യ ഞങ്ങൾ ആധാരത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ആധാരത്തിൽ പൂർണ്ണമായിട്ടും വാങ്ങിയ വില കാണിച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആരാ? ഞങ്ങൾ 1.15-ന് ഭൂമി എടുത്തിട്ടുണ്ട്, 1.25-ന് ഭൂമി എടുത്തിട്ടുണ്ട്, 98,000-ന് ഭൂമി എടുത്തിട്ടുണ്ട്. ഈ എടുത്ത ഭൂമികളൊക്കെ അതേ റേറ്റ് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ രജിസ്റ്റർ 85 ലക്ഷം രൂപ സർക്കാരിലേക്ക് കിട്ടുകയല്ലത്. അങ്ങനെ ഭൂമി ഞങ്ങൾ വാങ്ങി, അതിന്റെ പോക്കുവരവ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, പോക്കുവരവ് നടത്തി, അതിന്റെ നികുതി അടച്ചു, കൈവശ സർട്ടിഫിക്കറ്റ് വാങ്ങി, പ്ലാൻ സബ്മിറ്റ് ചെയ്തു. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു പുതിയ നീക്കം ഉണ്ടായത്. ഈ നീക്കത്തിൽ ഞങ്ങൾ ഇന്ന് ശക്തമായിട്ട് ഭരണകൂടം ഇതൊരു ഗൂഢാലോചനക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങൾ ശക്തമായിട്ട് ആരോപിക്കുകയാണ്. കാരണം എന്താ, മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. മുഖ്യമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. നേരെ ചൊവ്വയിൽ മുഖ്യമന്ത്രി ആ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മുഖ്യമന്ത്രി പറഞ്ഞത് വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ ഗുണഭോക്തക്ക പട്ടിക അർഹതപ്പെട്ട ആളുകൾക്കല്ല മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുക്കുന്നത്. കാരണം ടൗൺഷിപ്പിൽ
പിന്നെ 403 ആളുകൾ ടൗൺഷിപ്പിൽ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന് എവിടുന്ന ഗുണഭോക്താക്കളെ കിട്ടിയത്? അപ്പൊ ഞങ്ങളുടെ ഗുണഭോക്താക്കൾ പട്ടികയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഈ പൊതു ഫണ്ട് വിജയിപ്പിക്കുന്നത് ഈ കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ സർക്കാർ ലിസ്റ്റിലുള്ളവരെയാണ് പരിഗണിച്ചത്. 403. അപ്പൊ മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു, സർക്കാർ ലിസ്റ്റിലുള്ള ഒരാളും പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണക്ക് കിട്ടിയല്ലോ, 403 പേര് ആണ് സർക്കാരിന്റെ ലിസ്റ്റിലുള്ളത്. അതിൽ 103 പേര് 15 ലക്ഷം രൂപ ധനസഹായം വാങ്ങി ടൗൺഷിപ്പിൽ ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തുകൊണ്ട് അവർ പുറത്തു വന്നു. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഗുണഭോക്ത പട്ടികയിൽ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അപ്പൊ സർക്കാർ അംഗീകരിച്ച മാനദണ്ഡമുള്ള ലിസ്റ്റിലുള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഗുണഭോക്ത പട്ടികയുള്ളത്. ഞങ്ങൾ അവിടെ ഒരു വിവേചനവുമില്ല, രാഷ്ട്രീയ വിവേചനമില്ല, മതവിവേചനമില്ല. 2 ഓപ്ഷനാണ് അവിടുത്തെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്കുള്ളത്. ഒന്ന് സർക്കാർ ടൗൺഷിപ്പിൽ ചേരാം, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സ്കീമിൽ ചേരാം. അപ്പൊ സന്നദ്ധ സംഘടനകളുടെ സ്കീമിൽ മുസ്ലിം ലീഗിന്റെ പ്രൊജക്റ്റിൽ ചേരാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ അപേക്ഷയുമായി വന്ന ഒരാളെയും ഞങ്ങൾ തിരസ്കരിച്ചിട്ടില്ല. ആ അപേക്ഷകരെ അങ്ങനെ വന്നപ്പോൾ 105 പേരുടെ അപേക്ഷ കിട്ടി. 105 പേരെയും ഞങ്ങൾ അംഗീകരിച്ചു. കാരണം അപ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ സർക്കാർ ടൗൺഷിപ്പിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ടൗൺഷിപ്പിൽ നിന്ന് വീട് വേണ്ട എന്ന് പറയുകയും ഞങ്ങളുടെ പ്രൊജക്ട് മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചവരെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ ക്ലിയറാണ്. രണ്ടാമത്തെ കാര്യം, ആ ടൗൺഷിപ്പിൽ ഈ 403 വീട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഗുണഭോക്ത ലിസ്റ്റിൽ 541 പേരുണ്ട്. അവരെ മുഴുവനും ഉൾക്കൊള്ളേണ്ട ബാധ്യത സർക്കാരിനാണ്. എന്നാൽ ഈ 403 കഴിഞ്ഞിട്ട് ഒരാളെയും സർക്കാർ എടുത്തിട്ടില്ല. അപ്പൊ സർക്കാർ പരിഗണിക്കാത്ത ആളുകളെയാണ് മറ്റ് സന്നദ്ധ സംഘടനകൾ വീട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആദ്യം ലീഗിന്റെ ഈ ലിസ്റ്റിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ് റവന്യൂ മിനിസ്റ്റർ ഇവിടെ വന്നു. റവന്യൂ മിനിസ്റ്റർ വയനാട്ടിൽ വന്ന് കലക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. എന്താ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ ധനസഹായം വാങ്ങി പുറത്തു വന്ന് സർക്കാർ ടൗൺഷിപ്പിന്റെ ഭാഗമാവാതെ സന്നദ്ധ സംഘടനകളുടെ ഭവന നിർമ്മാണത്തിൽ പങ്കുചേരുന്ന ഗുണഭോക്താക്കൾ അവർക്ക് ലഭിക്കുന്ന ഭൂമി അത് നിയമ പരിരക്ഷയ്ക്ക് ഉള്ള ഭൂമിയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവരവരുടെ ചുമതലയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഗുണഭോക്താക്കളെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി. രണ്ടാമത് പറഞ്ഞു, അത്തരം ബോധപൂർവമുള്ള പറച്ചിലാണ്. ബോധപൂർവം കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഈ ഗുണഭോക്താക്കളെ വീട് കൊടുക്കുന്ന സന്നദ്ധ സംഘടനകൾക്കെതിരെ തിരിച്ചുവിടുക, അവരിൽ ആശങ്ക ഉണ്ടാക്കുക. രണ്ടാമത്തെ പ്രധാനമായ എയിം എന്താ, അത് കലക്ടർ കൃത്യമായിട്ട് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ അത്തരം ഭൂമികളൊക്കെ പരിശോധിക്കും എന്ന് പറഞ്ഞു. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമിയെക്കുറിച്ച് വില്ലേജ് ഓഫീസറോട് ലാൻഡ് ബോർഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലാൻഡ് ഉടമകളായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ലാൻഡ് ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തു. റൈഷ് വാങ്ങിയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഹിയറിംഗിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുക. അതിനെ തുടർന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ആ പ്രസ്താവന ഏറ്റുപിടിക്കുന്നു, ഏരിയ സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു, ബ്രാഞ്ച് സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു, സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പദ്ധതി മുസ്ലിം ലീഗ് ചെയ്ത കുറെ കാര്യങ്ങൾ, മുസ്ലിം ലീഗ് സർക്കാരിനോട് മത്സരിക്കുകയല്ല, നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യേണ്ട സമയത്ത് സന്ദർഭത്തിൽ സമയബന്ധിതമായി ചെയ്തൊരു പാർട്ടിയെ അംഗീകരിക്കുന്നതിന് പകരം ആ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രദ്ധിക്കുക. സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടത്, ഞങ്ങളല്ല സർക്കാരിനെ ചേർത്ത് പിടിക്കേണ്ടത്. സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സന്നദ്ധമാവണം. അത് സർക്കാർ ആ ഉദാരത കാണിച്ചില്ല. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. കാരണം ഞങ്ങളുടെ ഭൂമി പക്കാ ഭൂമിയാണ് എന്ന് മറ്റാരേക്കാളും അറിയുന്നത് സർക്കാരിന് തന്നെയാണ്, സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ ഒരു കുരുക്കുണ്ടാക്കി, ഒരു നിയമ തടസ്സം ഉണ്ടാക്കി, ആ നിയമ തടസ്സത്തിലൂടെ ഞങ്ങളെ പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. അത് കുറച്ച് തുടങ്ങാൻ സമയം കുറിച്ചാൽ സർക്കാരിന്റെ വീട് പണി പൂർത്തീകരിച്ച്
അതിനുശേഷം ഞങ്ങളത് പൂർത്തീകരിച്ചാൽ മതി എന്ന രീതിയിൽ ഇത് വൈകിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യം സർക്കാരിനോട് പറയാനുള്ളത്, ഇവിടെ സന്നദ്ധ സംഘടനകൾ, നിരവധി സന്നദ്ധ സംഘടനകൾ വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അത്തരം ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, പരിഹാരം കാണാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് അത് പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇതൊരു ഗവൺമെന്റിന് ചേർന്നതല്ല. അതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം. ഒരു കാര്യം തീർച്ചയാണ്, മുസ്ലിം ലീഗ് രാജ്യത്ത് നിയമമുണ്ട്, ഇവിടെ ഭൂമി സംബന്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട്, KLR ഉണ്ട്. എല്ലാ നിയമവശവും ഞങ്ങൾ പരിശോധിച്ചതാണ്. ഞങ്ങൾ 100% പരിശോധിച്ച് ഉറപ്പ് വരുത്തി ലീഗൽ ഒപ്പീനിയൻ വാങ്ങി ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകും. ഏത് അധികൃതരുടെ മുമ്പിലും ആവശ്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഹാജരാക്കും. ഇതുകൊണ്ടൊന്നും മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതിയെ വൈകിപ്പിക്കുവാനോ ഇതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേട്ടയാടലാണ്. അതിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി തന്നെ നേരിടുക തന്നെ ചെയ്യും. പാർട്ടി ആവിഷ്കരിച്ച പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാർ എന്ത് നിൽക്കുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്, അല്ലേ? അതാണ് സർക്കാരിന്റെ ഈ നിലപാടിൽ വ്യക്തമാകുന്നത്. ഇപ്പൊ നമ്മൾ ഇത്ര അന്വേഷണങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. പിന്നെ എങ്ങനെയാണ് ലാൻഡ് ബോർഡിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഹിയറിങ്ങും ഇങ്ങനെ ഒരു പരാതിയും ഉയർന്നു വരുന്ന സാഹചര്യം? പരിശോധിക്കുന്ന സമയത്ത് തോട്ടം ഭൂമി തന്നെയാണ്. അപ്പൊ 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെയുള്ള മുഴുവൻ ഭൂമിയും തോട്ടം ഭൂമിയാണ് എന്നുള്ള നിലയിൽ പഴയ ഉടമകൾക്ക് നോട്ടീസ് പോകുന്ന സാഹചര്യമാണ്. ഇതൊക്കെ അന്വേഷിച്ചു നിങ്ങൾ പറയുന്നു, പക്ഷെ അതിന്റേതായിട്ടുള്ള അധികൃതർ പറയും തോട്ടഭൂമിയാണ്. തോട്ടഭൂമി നമ്മൾ നിശ്ചയിച്ചോണ്ട് മാത്രം കാര്യമില്ലല്ലോ. തോട്ടഭൂമി ആവണമെങ്കിൽ അതിന് മാനദണ്ഡം ഇല്ലേ? എന്താ തോട്ടഭൂമിന്റെ മാനദണ്ഡം? നിങ്ങൾ പറയും. ഒരു തോട്ടഭൂമിയാണോ അല്ലേ എന്ന് അറിയാനുള്ള മാനദണ്ഡം എന്താ? തോട്ടഭൂമിയാണെന്നുള്ള നിലയിൽ ലാൻഡ് ബോർഡ് അതിന്റെ ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തോട്ടഭൂമി ആയതുകൊണ്ടാണല്ലോ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതേ ലാൻഡ് ബോർഡ് തന്നെയാണ് തോട്ടഭൂമി അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കും തന്നിരിക്കുന്നത്. ലാൻഡ് ബോർഡ് സർട്ടിഫിക്കറ്റ് മുസ്ലിമിന്റെ കയ്യിലുണ്ടോ? KLR സർട്ടിഫിക്കറ്റ് ഉണ്ട്. ലാൻഡ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഉണ്ട്. ലാൻഡ് ബോർഡിന് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ രേഖകളൊക്കെ ഞങ്ങൾ കൃത്യമായി ഇത് തോട്ടഭൂമിയെ അല്ല, തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ അതിന്റെ നിയമപ്രശ്നങ്ങളിലേക്ക് ഇതൊരു ഹിയറിംഗിന് വെച്ച സ്ഥിതിക്ക് ഞങ്ങൾ പറയുന്നില്ല. ആ ഹിയറിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഞങ്ങൾ അക്കാര്യം ബോധ്യപ്പെടുത്തും. ഇതൊരിക്കലും തോട്ടഭൂമിയല്ല, തോട്ടഭൂമിയിൽ നിൽക്കുന്നതല്ല, മിച്ചഭൂമിയല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ബോധ്യമുണ്ട്. നമ്മൾ 5 പേരിൽ നിന്നാണ് വാങ്ങിയത്. ഒന്ന് കണ്ടിലേരി സഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ പെങ്ങള്, അദ്ദേഹത്തിന്റെ ഉമ്മ, 3 പേര്. ഒന്ന് അഡ്വക്കേറ്റ് മൊയ്തു, ഒന്ന് സുനിൽ. മൊത്തം എത്ര തുക ഈ ഭൂമി വാങ്ങുന്നതിന് മാത്രം വിനിയോഗിച്ച പൈസ? ഭൂമി അതിന്റെ കണക്ക് കൂട്ടിയാൽ അറിയാം. ഞാൻ പറഞ്ഞല്ലോ 1.15, 1.25, 98 ഒക്കെ ആയിട്ട് അത് മുഴുവൻ ആധാരത്തിൽ കാണിച്ചു. ആധാരത്തിൽ തന്നെ 85 ലക്ഷം രൂപ സർക്കാരിൽ ഇതിന്റെ വാല്യുവേഷനായിട്ട് പോയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. സർക്കാർ അതല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ആരാ? പരാതി ഇല്ലല്ലോ. ഈ റിപ്പോർട്ട് വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെടാനുള്ള കാരണം എന്താ? ആരാവശ്യപ്പെട്ടു? ഇവിടെ റവന്യൂ മിനിസ്റ്റർ നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ തുടർന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടുന്നതിലൊന്നും ഉണ്ടായിട്ടില്ല. പരിശോധനാ ഭാഗമായിട്ട് അതെ പരിശോധിക്കാൻ ആര് നിർദ്ദേശം കൊടുത്തു? പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നില്ല നമ്മളോട് പറഞ്ഞു. നിർദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഇത് നോട്ടീസ് അയക്കണം? നോട്ടീസ് ബന്ധപ്പെട്ട ലാൻഡ് ഉടമകൾക്കാണ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തന്നെങ്കിലും ലാൻഡ് ഉടമകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അവരോട് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കും. അത് വ്യത്യസ്ത ടൈമിലാണ് ഹിയറിംഗ് വെച്ചിട്ടുള്ളത്. 16-ാം തീയതി ഉണ്ട്, 18